صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. القناعة والعفاف والاقتصاد في المعيشة والإنفاق وذم السؤال من غير ضرورة. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പരിശുദ്ധി സൂക്ഷിക്കുക, ജീവിതത്തിൻ്റെയും ചെലവാക്കുന്നതിൻ്റെയും കാര്യത്തിൽ മിതത്വം പാലിക്കുക, ആവശ്യമില്ലാതെ മറ്റുള്ള ആളുകളോട് ചോദിക്കുന്നത് യാചിക്കുന്നത് ഒഴിവാക്കുക. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. عن أبي بردة عن أبي موسى الأشعري رضي الله عنه قال അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വ, ഒരു ചെറിയ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. വനഹനു സിത്തത്തു നഫരിൻ, ഞങ്ങൾ 6 പേരുണ്ട്. ബൈനന ബഈറുൻ, എന്ന ഞങ്ങളിൽ ഒരു ഒട്ടകാനുള്ളത്. നഅതഖിബുഹു, ഞങ്ങൾ അതിനെ ഊഴം വെച്ച് ഉപയോഗിക്കുന്നു. ഒരാൾ ഉപയോഗിച്ചിട്ട് അടുത്ത ആൾ ഉപയോഗിക്കും, അങ്ങനെ കുറച്ച് ഊഴം വെച്ച് ഉപയോഗിക്കാണ്. വനഖിബത്ത് അഖദാമുന വനഖിബത്ത് ഖദമി, ഞങ്ങളുടെ കാലൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. വസഖത്തത്ത് അൽഫാരി, ഞങ്ങളുടെ നഖം ഇങ്ങനെ വീഴാൻ തുടങ്ങി. ഫകുന്ന നലുഫു അലാ അർജുലിനൽ ഖിറക, ഞങ്ങളുടെ കാലിന്മേൽ ഇങ്ങനെ ശീല തുണി കെട്ടിയിരിക്കുകയായിരുന്നു. ഫസുമ്മിയത്ത് ഗസ്വത്തു ദാത്തിർ റുഖാ, അതുകൊണ്ടാണ് ഇതിന് ദാത്തുർ റുഖാ ഗസ്വത്ത് എന്ന് പേര് വെക്കാൻ കാരണം. ലിമാ കുന്ന നഅസിബു അലാ അർജുലിനൽ ഖിറക, ഞങ്ങള് തുണി കൊണ്ട് കാലുകളിൽ ബാൻഡേജ് കെട്ടിയത് കാരണം ഇതിന്റെ ഗസ്വത്ത് ദാത്തുർ റുഖാ എന്ന് ഈ യുദ്ധത്തിന് പേരുണ്ട്. അത്രയും പ്രയാസവും കഷ്ടപ്പാടിലുമായിരുന്നു എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. ഖാല അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയാൻ, ഫഹദ്ദസ അബൂ മൂസ ബിഹാദൽ ഹദീസ്, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്ത വലിയ പണ്ഡിതനാണ്, വലിയ സഹാബി വര്യനാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു തന്നു, ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സുമ്മ കരിഹ ദാലിക, പിന്നെ മൂപ്പർക്ക് അത് പറഞ്ഞതിലൊരു വിഷമം, അത് പറയേണ്ടിയിരുന്നില്ല. ആ പറഞ്ഞതിന് മൂപ്പര് സ്വന്തം വെറുത്തു. വഖാല, എന്നിട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയും, മാ കുന്തു അസ്നഉ ബി അൻ അദ്കുറഹു, ഞാൻ ചെയ്തത് അതിങ്ങനെ ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖാല, മൂപ്പര് പറയും, കഅന്നഹു കരിഹ, അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയും, കഅന്നഹു കരിഹ അൻ യകൂന ശൈഅൻ മിൻ അമലിഹി അഫ്ശാഹു, അത് കഅന്നഹു കരിഹ, മൂപ്പർക്ക് വെറുപ്പുണ്ടായതുപോലെ, അൻ യകൂന ശൈഅൻ മിൻ അമലിഹി, മൂപ്പരുടെ അമലിൽ നിന്ന് ഒന്ന് ആവലിനെ, അഫ്ശാഹു, മൂപ്പര് തന്നെ അത് പരത്തുന്നതിന് മൂപ്പര് വെറുത്ത പോലെയായിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം ഈ ഹദീസ് പറഞ്ഞു തന്നിട്ട് പിന്നെ മൂപ്പര് അത് പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് അയാളുടെ വാക്കുകളിൽ, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ കേൾക്കാനായി. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിം റിവായത്ത് ചെയ്ത ഹദീസുകളാണ്. നമുക്കതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട്. വളരെ പ്രധാനമായി, ഒരു ഒട്ടകത്തെ ഊഴം വെച്ച് ഉപയോഗിക്കാൻ മാത്രം കഷ്ടപ്പാടിലും പ്രയാസത്തിലുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സഹാബി വര്യന്മാർ ജീവിച്ചിരുന്നത്. മാത്രമല്ല, അവരുടെ കാലുകളിൽ തുണി കെട്ടിവെച്ച് എത്രമാത്രം പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. വേറൊരു പാഠം, ഇത് ആളുകളെ ഇത്തരം കാര്യം, ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രാവശ്യം പറഞ്ഞ് തങ്ങൾ ചെയ്ത ഒരു നന്മയെ പിന്നീട് അത് പറയേണ്ടിയിരുന്നില്ല എന്ന് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത ഒരു കാര്യത്തെ, ഒരു നന്മയെ, ഒരാൾക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ മറച്ചുവെക്കലാണ് ഉത്തമം, അത് ആളുകൾ അറിയാതെ ഇരുന്നെങ്കിൽ എന്ന് മഹാന്മാരായ ആളുകളൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത് വലിയൊരു വ്യത്യാസമാണ്. നമ്മൾ ചെയ്ത നന്മകളൊക്കെ ആളുകൾ അറിയുന്നു, നമ്മൾ ചെയ്ത തിന്മകളെ അത് പരമാവധി നമ്മൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു. അഥവാ അള്ളാഹുവും നമ്മളും തമ്മിൽ അറിയുന്ന, വേറെ ആരും അറിയാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ തിന്മകൾ മാത്രമാകുന്നു. എന്നാൽ മഹാരഥന്മാരായ ആളുകൾ, മുഹ്സിനീങ്ങളായ ആളുകൾ, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച ആളുകൾ, അവർക്ക് അവരും അള്ളാഹുവും മാത്രം അറിയുന്ന
ഒരുപാട് നന്മകളുണ്ട്. ലോകമറിയാത്ത, അവരുടെ ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ അറിയാത്ത, ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ച് നന്മ ചെയ്തിരുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു മനസ്സ് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് കൊണ്ടാണ് കാലിൽ തുണി ചുറ്റി ഒരൊട്ടകത്തെ ഊഴം വെച്ച് ഉപയോഗിച്ച് വളരെ വിഷമം സഹിച്ച തുർറുക്കായിനെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ മഹാനവർകൾ തോന്നാൻ കാരണം. മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. വഅൻ അംർ ഇബ്നു തഗ്ലിബ്, മഹാനായ അംർ ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തിയ ബിമാലിൻ ഔ സബിയിൻ, നബി തങ്ങളുടെ അടുക്കലേക്ക് കുറച്ച് മുതൽ കൊണ്ടുവരപ്പെട്ടു. ഔസബിയൻ അല്ലെങ്കിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട കുറച്ച് വസ്തുക്കൾ, കുറച്ച് ആളുകൾ കൊണ്ടുവരപ്പെട്ടു. ഫഖസ്സമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധ മുതലിനെ ആളുകൾക്കിടയിൽ ഖിസ്മ ചെയ്തു, തഖ്സീം ചെയ്തു, വിഭജിച്ചു. ഫഉതിയ റിജാലൻ, അപ്പോൾ കുറെ ആൾക്കാർക്ക് കൊടുത്തു, ചില ആളുകൾക്ക് നൽകപ്പെട്ടു. വതറക റിജാലൻ, ചില ആളുകൾക്ക് കിട്ടിയില്ല. ഫബലാഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തി. അന്നല്ലദീന തറകു അതബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയ ആൾക്കാർ അഥവാ കൊടുക്കാതെ വിട്ടുപോയ ആൾക്കാർ അതബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണല്ലോ ചില ആൾക്കാർക്ക്, മനുഷ്യന്മാർ വേഗം നന്ദികേട് കാണിക്കും. ഇത് നന്ദികേടിന്റെ പ്രശ്നമല്ല. സഹാബികൾ പെട്ടെന്ന് കാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരും ഒക്കെ അങ്ങനെയാണല്ലോ, ഒരു സമൂഹം രൂപപ്പെട്ടു വരികയാണ്. അപ്പോ മഹാരഥന്മാരായ ആളുകൾ, നന്ദികേട് എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്, മഹാന്മാരായ ആളുകൾ, അവർക്കൊരു വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആൾക്കാർ കൊടുത്തു, കുറച്ച് ആൾക്കാർ കൊടുത്തില്ല. എല്ലാവരും വിഷമം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോ ആത്തബു, അവർ ആക്ഷേപം നടത്തി. എന്തേ നബി ഞങ്ങൾക്ക് തരാതിരുന്നത് എന്നൊരു ചെറിയ ആക്ഷേപം അവരുടെ ഇടയിൽ ഉണ്ടായതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. അപ്പൊ നബി തങ്ങൾ എഴുന്നേറ്റ് വന്നു. ഫഹമിദല്ലാഹ, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. അതോ പ്രസംഗത്തിന് സുമ്മ അസ്ന അലൈഹി, ഹംദും സലാത്തും തനാവൊക്കെ ചൊല്ലി. സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ബഅദു, ഇസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം, ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഉതി റജുല വഅദഉ റജുല, ഞാൻ ചില ആളുകൾക്ക് കൊടുക്കുന്നു, ചില ആളുകളെ കൊടുക്കാതെ ഒഴിവാക്കുന്നു. എന്നാൽ വല്ലദി അദഉ, ഞാൻ ഒഴിവാക്കുന്ന ആൾകൾ, അദഉ, ഞാൻ കൊടുക്കാണ്ട് വിട്ടുപോകുന്ന, കൊടുക്കാതിരുന്ന ആളുകൾ, അഹബ്ബു ഇലയ്യ മിനല്ലദി ഉഅതി, ഞാൻ കൊടുത്ത ആളുകളെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഞാൻ ആർക്കാണോ കൊടുത്തത് അവരെക്കാൾ എനിക്കിഷ്ടം ഞാൻ ആർക്കാണോ കൊടുക്കാത്തത് അവരോടാണ്. കാരണം എന്താണ്? വലാകിന്നി, മറിച്ച്, ഇന്നമാ അത്തിയ ഖവാമൻ, ചില ആളുകൾക്കൊക്കെ ഞാൻ കൊടുത്തത്, ലിമാ അറാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ കണ്ടതുകൊണ്ടാണ്, മിനൽ ജസഇ വൽ ഹലഇ, അവർക്ക് ഒരു ജാതി പൊറുതികേട്, ഒരു ജാതി അസ്വസ്ഥത, അതുപോലെ തന്നെ ദീനിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ള ഒരു മാനസികാവസ്ഥ, അങ്ങനെ പല ചാഞ്ചാട്ടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അവരുടെ ഹൃദയത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത്. അക്വാമൻ ഇലാ മാ ജഅല അല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഗിന വൽ ഖൈരി, ഒരു സമൂഹത്തെ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ സംതൃപ്തിയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലും ഖൈറിനെയും നൽകിയിട്ടുണ്ട്. മിൻഹും അംർ ഇബ്നു തഗ്ലിബ്. അപ്പോ ഞാൻ കൊടുക്കാത്ത ചില ആളുകളെ ഞാൻ അള്ളാഹുവിലേക്ക് ഭയമേൽപ്പിക്കുകയാണ്. വഖിലു ഇലാ മാ ജഅല അല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഗിന വൽ ഖൈർ, ഒരു ഖൗമിനെ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഖിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഉള്ളത് മതി എന്നുള്ള തോന്നല്. അൽ ഖിന ഖിന നഫ്സ് എന്നാമത്തെ ഹദീസ് പഠിച്ചല്ലോ. ഉള്ളത് മതി എന്ന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു ഖൈർ കൊടുത്തിട്ടുണ്ട്, ഖിന കൊടുത്തിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ. അവർക്ക് കുറച്ച് സ്വത്തും മുതലും കിട്ടാതിരുന്നതിലൊന്നും വിഷമം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരതിലൊന്നും കണക്ക് വെക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അവരെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് നീക്കി വയ്ക്കുകയാണ് ചെയ്തത്. അംർ ഇബ്നു സാലം, അതിൽപ്പെട്ട ആളാണ് അംർ ഇബ്നു സാലം. ഖാല അംർ ഇബ്നു സാലം, ഇത് കേട്ടപ്പോൾ തന്നെ അംർ ഇബ്നു സാലം റളിയല്ലാഹു അൻഹു ചാടി. മുപ്പരെഴുന്നേറ്റ് പറഞ്ഞു, ഫവല്ലാഹി മാ ഉഹിബ്ബു അന്നലി ബികലിമത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമറൻ നഅമി, എനിക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പേര് പറഞ്ഞല്ലോ. അംർ ഇബ്നു സാലബിനെ പോലെയുള്ള ആളുകളൊക്കെ ഹൃദയത്തിൽ അള്ളാഹു ഖിനയും ഖൈറും കൊടുത്ത ആൾക്കാരാണ്. ഓൾക്ക് സമ്പത്തൊന്നും കൊടുക്കാണ്ട് ഞാൻ ഒഴിവാക്കിയത്, ഓലെ പിടിച്ചു നിർത്താൻ, ഓലെ ബോധ്യപ്പെടുത്താൻ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആൾക്കാരിൽ പെട്ടതാണ് അംർ ഇബ്നു സാലബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞപ്പോ
മഹാനായ അംർ ബിൻ സാലിബ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് തുള്ളിയിട്ട് പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകൾ എനിക്ക് മുഴുവൻ ചുവന്ന, ഏറ്റവും വിലപിടിപ്പുള്ള ചുവന്ന ഒട്ടകങ്ങൾ എനിക്കൊരുപാട് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമുക്കൊക്കെ ഇതിൽ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ വിശിഷ്യ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ചെറിയ മിതമായി ലളിതമായി ജീവിക്കുക, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ ഈ അധ്യായങ്ങളിൽ നിന്ന്, ഈ ഹദീസുകളിൽ നിന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.